എറണാകുളം ജില്ലയിലെ ഓണക്കൂറിൽ പ്രവർത്തിക്കുന്ന തീപ്പെട്ടി കമ്പനിക്കെതിരെ നാട്ടുകാർ രംഗത്ത്. ഒരു നിയമങ്ങളും പാലിക്കാതെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്നാണ് പ്രധാന ആരോപണം. കമ്പനിയുടെ സൾഫർ ഉപയോഗത്തെ തുടർന്ന് ത്വക്ക് രോഗങ്ങളടക്കം സ്ഥിരമായി ഉണ്ടാകുന്നുവെന്നും സമീപവാസികൾ പറയുന്നു. ടോപ് 10 സ്പെഷ്യൽ വാർത്ത കാണാം. പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ എന്ന സ്ഥലത്താണ് CVN ബ്രദേഴ്സ് തീപ്പെട്ടി കമ്പനി പ്രവർത്തിക്കുന്നത്. 38-ലധികം വർഷമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ വലിപ്പം 272 സ്ക്വയർ മീറ്റർ ആയിരുന്നു. 2023 കമ്പനി പുതുക്കി പണിതു. ഇതോടെ 750-ലധികം സ്ക്വയർ മീറ്ററിലേക്ക് കെട്ടിടത്തിന്റെ വിസ്തൃതി മാറി. ശരിയായ സെറ്റ് ബാക്ക് ഇല്ല എന്നതാണ് നിലവിലെ പ്രശ്നങ്ങളിലൊന്ന്. ഫയർ ആൻഡ് സേഫ്റ്റി, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. കമ്പനിക്കെതിരെ നാട്ടുകാർ കോടതിയെ സമീപിച്ചു. എല്ലാ സർട്ടിഫിക്കറ്റുകളും ഉറപ്പുവരുത്താൻ പഞ്ചായത്തിനോട് കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ ശരിയായ പരിശോധനകൾ നടത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. പരാതികൾ വന്നപ്പോൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകിയത് അനധികൃതമാണെന്ന് പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രസിഡന്റ് സുനിൽ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണഗതിയിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ 1 മാസം കഴിയാതെ അവർ അന്വേഷണ വിധേയമായിക്കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ. പക്ഷേ 6-ാം ദിവസം തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അവിടുന്ന് കൊടുത്തു, പെരുമ്പാവൂരിന്ന് കൊടുത്തു. മറ്റൊന്ന് ഫയർ ആൻഡ് സേഫ്റ്റി കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് മറുപടി പറയുന്നത്, അതായത് 10 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റി വേണ്ട എന്നാണ്. പക്ഷേ ഇത് അങ്ങനെയുള്ളൊരു കമ്പനിയല്ല. ഇതിൻ്റെ അകത്ത് ഡ്രൈ യൂണിറ്റ് ഉണ്ട്, ചൂള പ്രവർത്തിക്കുന്നുണ്ട്, തീ കൊണ്ടുള്ള ചൂള തീപ്പെട്ടി കമ്പനി കൊടുക്കാൻ ഗന്ധം ഇട്ടാണ് അതിൻ്റെ റോ മെറ്റീരിയൽ പോയിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് സെറ്റ് ബാക്ക് ഇല്ല. ഇപ്പോഴും ആ മെഷീനറി ഒന്നും റെഗുലൈസ് ചെയ്തിട്ടില്ല, അൺലീഗലാണ്. ടെമ്പററി ലൈസൻസ് ആണെന്നാണ് പഞ്ചായത്ത് പറഞ്ഞത്. പക്ഷേ ടെമ്പററി ആയിട്ട് കുറേ നാളുകളായി. ഇപ്പോഴും അൺലീഗൽ തന്നെയായിട്ടാണ് അത് പ്രവർത്തിച്ചു വരുന്നത്. സമീപത്ത് താമസിക്കുന്ന പലർക്കും ശ്വാസതടസ്സവും ത്വക്ക് രോഗങ്ങളുമുണ്ട്. വീടുകളിൽ നിന്ന് നിയമപരമായ അകലം പാലിക്കാതെയാണ് കമ്പനി നിൽക്കുന്നത്. രാത്രിയിലും കമ്പനി പ്രവർത്തിക്കുന്നതിനാൽ ഉറക്കം വരെ തടസ്സപ്പെടുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ കമ്പനിയുടെ നിയമങ്ങൾ പാലിക്കട്ടെ. അതുപോലെ ഈ പോയിക്കുന്ന സൾഫർ പോയിക്കുന്നില്ലെന്ന് പറയുന്നില്ല. ഇത് പോയിക്കുന്നുണ്ട്. ഇത് 24 മണിക്കൂറുമാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. 24 മണിക്കൂർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ നമ്മൾ കൂലിപ്പണി കഴിഞ്ഞ് വന്നാണ്, നമുക്കൊന്ന് കിടന്നുറങ്ങണ്ടേ? ഞാനും ഭാര്യയും വധഭീഷണിയുണ്ട് എനിക്ക്. ഇതര ഏജൻസികളുടെ പേപ്പറുകൾ വേണം കമ്പനിക്കെന്ന് കർശന ഓർഡർ. അത് കോടതി പരിശോധിക്കുമെന്നും ലാസ്റ്റ് പഞ്ചായത്തിനോട് നിലപാടെടുക്കാൻ ബഹുമാനപ്പെട്ട കോടതി ആവശ്യപ്പെട്ടപ്പോഴും പറഞ്ഞതാണ്. ഒരു രീതിയിലുള്ള നിയമങ്ങളും പാലിക്കാതെ പഞ്ചായത്ത് വീണ്ടും ഭീമമായ തുക കൈപ്പറ്റിക്കൊണ്ട് കമ്പനിക്ക് ലൈസൻസ് കൊടുത്തു. പരിശോധന ഉണ്ടായിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിക്കാൻ വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് സൾഫർ സാധനമൊക്കെ എടുത്തു മാറ്റും. പഞ്ചായത്ത് ശരിയായ നിലപാടെടുത്തില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും സെക്രട്ടറിക്കെതിരെ വിജിലൻസിൽ പരാതിപ്പെടുമെന്നുമാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. രാവും പകലും തീപ്പെട്ടി കമ്പനി പ്രവർത്തിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ത്വക്ക് രോഗങ്ങൾക്ക് പുറമെ ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഞങ്ങൾ തൊട്ട് താഴെയാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് 3 പിള്ളേരാണ്. അപ്പോൾ എന്നും അലർജിയാണ്. പുക വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ടൊന്നും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയല്ല. ചില സമയങ്ങളിൽ നമുക്ക് ശ്വാസം മുട്ടൽ പോലെ ഉണ്ടാകും. രാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കഴിയുന്നതുകൊണ്ട് നമുക്ക് സൗണ്ടൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷേ പകലൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പുകയ്ക്കുന്നതിൻ്റെ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. പുക നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. നമുക്ക് അതായത് തൊട്ട് താഴെയായതുകൊണ്ട് അങ്ങോട്ടാണ് മുഴുവനും. ഞങ്ങളിവിടെ വന്ന് താമസം തുടങ്ങി ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് ചേട്ടന് അസുഖം തുടങ്ങിയത്. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ വീടാത്. ഇവിടെ എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന അസുഖം. ഞാനിവിടുന്ന് കല്യാണം കഴിച്ച് കിഴക്കുമ്പലത്ത് പോയി. അവിടെ ചെന്ന് ആ സമയത്തൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. രണ്ടാമത് ഇവിടെ വന്ന് തിരിച്ച് വന്ന് കുറച്ച് നാളത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തുടങ്ങി ശ്വാസം മുട്ടലുണ്ട്. ഞാനിപ്പോൾ ഡെയിലി മോണ്ടയർ LC എന്ന് പറഞ്ഞ ഗുളിക ഡെയിലി കഴിച്ചുകൊണ്ടാണ് ഇരിക്കണത്. എൻ്റെ മോൾക്ക് തുമ്മലുണ്ട്. അവളെ കല്യാണം കഴിച്ചു വിട്ടേക്കണത് മുളന്തുരുത്തിയില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൾക്കൊരു പ്രശ്നമല്ല. ഇവിടെ വന്ന് കയറുമ്പോൾ മുതൽ അവൾക്ക് തുമ്മല. ഒരു 50 അടി 60 അടി എങ്കിലും ചുരുങ്ങിയത് വീടുകളും തീപ്പെട്ടി കമ്പനിയായിട്ട് വേണം. 3 മീറ്റർ ഈ വീടുകളുള്ളൂ. ബാക്കിയുള്ള വീടുകൾ 5 മീറ്റർ 10 മീറ്റർ കൂടുതലൊന്നുമില്ല. മതിൽ വേണം. ഇത്രയും കാലം തീപ്പെട്ടി കമ്പനിയിൽ നിന്ന് പുക കാരണം ഞങ്ങൾക്ക് കിടക്കപ്പുറത്തില്ല. സൾഫർ പോയിക്കുന്നതുകൊണ്ട് ഈ പരിസരവാസികൾക്കൊക്കെ